കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി ദീർഘകാലം ശുശ്രൂഷ അനുഷ്ഠിച്ച അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. അഭിവന്യ തിരുമേനി വൈദികരെ പരിശീലിപ്പിക്കുമ്പോഴും അവർക്ക് പ്രബോധനം നൽകുമ്പോഴും ആവർത്തിച്ചു പറയുന്ന ചില വാക്കുകളാണ്: സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലെ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായും ഈ രണ്ട് വാക്കുകളാണ്. ശ്ലീബ പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ലോകാവസാനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചുമൊക്കെയുള്ള പ്രതിപാദനത്തിൻ്റെ വിശദീകരണമായി ഈ വേദഭാഗത്തെ സഭ കാണുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും ഇതേ പ്രതിപാദനം നമുക്ക് ദർശിക്കാവുന്നതാണ്. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ആരാധനാ കാലഘട്ടത്തിലെ പ്രധാന ചിന്തയും ലോകാവസാനം എന്നുള്ളതാണ്. 3 പ്രധാന ചിന്തകൾ ഇതിനോടനുബന്ധിച്ചുണ്ട്: യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, ലോകാവസാനം, അന്ത്യന്യായവിധി. ഈ 3നും ഒരുമിച്ച് അവസാന നാളുകൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ അവസാന നാളുകളെക്കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്ന ആരാധനാ പാരമ്പര്യത്തിൽ ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ ചിന്തിക്കുന്ന ഈ സാഹചര്യം നമ്മുടെ മനസ്സിലേക്ക് പ്രധാനമായും കടന്നു വരേണ്ട അനുഗ്രഹീത വചസ്സുകളാണ് അഭിവന്യ തിരുമേനിയുടെ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ വാക്കുകളിലൂടെ ഞാൻ ഉദ്ധരിച്ചത്. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. ഒന്നുകൂടെ ഞാൻ ആ 3 വാക്കുകൾ ആവർത്തിക്കുകയാണ്: സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. യേശുക്രിസ്തു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും അന്ത്രയോസിനോടും ഒരുമിച്ച് ഒലിവുമലയിലിരുന്ന് യെരൂശലേം ദേവാലയം കാണുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം ആരംഭം മുതൽ യെരൂശലേം ദേവാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ പണിയെക്കുറിച്ചുള്ള യഹൂദന്മാരുടെ അഭിമാനവും അതൊക്കെ ഈ 4 ശിഷ്യന്മാരും കർത്താവിനോട് പറയുന്നു. എന്നാൽ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രൗഢി കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു: കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും. അതിനുശേഷമാണ് കർത്താവ് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും അന്ത്രയോസിനോടും ഒരുമിച്ച് ഒലിവുമലയിൽ പോയി യെരൂശലേം ദേവാലയത്തെ നോക്കിയിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ അവസാന നാളുകളെക്കുറിച്ച് പ്രബോധിപ്പിക്കുകയാണ്. ആ പ്രബോധനത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 28-ാം വാക്യം അത്തിയുടെ മാതൃകയാണ്. അത്തിയുടെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്രകാരം തന്നെ സംഭവിക്കുന്നു. അത്തിവൃക്ഷം ദേവാലയത്തിൻ്റെ പ്രതീകമായി പരാമർശിക്കുന്ന പാരമ്പര്യം സെമറ്റിക് പാരമ്പര്യത്തിലുണ്ട്. അത്തിവൃക്ഷം തളിർക്കുന്നു. ദേവാലയം അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുകയാണ്, യെരൂശലേം ദേവാലയം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ യെരൂശലേമിൻ്റെ നാശവും യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുന്നതും കർത്താവ് പ്രവചന രീതിയിൽ ശിഷ്യന്മാരോട് പ്രബോധിപ്പിക്കുകയാണ്. ആ സമയത്താണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്: അതെപ്പോൾ സംഭവിക്കും? യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കാത്ത, ഇന്നും വിശദീകരണത്തിന് പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്: അത് എപ്പോൾ സംഭവിക്കും?
അതിനൊരു മുഖവരിയായി കർത്താവ് ആ ചോദ്യത്തിന് ഒരു മുഖവരിയായി, അല്ലെങ്കിൽ ആ ഉത്തരത്തിൻ്റെ ഒരു ആരംഭമായി യേശുക്രിസ്തു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ നശിച്ചു പോകത്തില്ല. പിതാവായി ജോൺ ക്രിസോസ്റ്റം ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് കർത്താവ് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ വചനം, ആ വചനം സ്വീകരിച്ച് ആ വചനത്തിൽ നിലനിൽക്കുന്ന പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠത വിവരിക്കാനാണ് കർത്താവ് ഇത് പറയുന്നത്. അദ്ദേഹം വിവരിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എല്ലാം മാറിപ്പോയാലും സ്രഷ്ടാവും സ്രഷ്ടാവിൻ്റെ വചനവും നിലനിൽക്കുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ക്രിസ്തു ശരീരമായ പരിശുദ്ധ സഭ നിലനിൽക്കും. കാരണം ദൈവവചനം നശിക്കത്തില്ല. പരിശുദ്ധ സഭയുടെ നിലനിൽപ്പ് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ആകാശത്തെയും ഭൂമിയെയും ആശ്രയിച്ചല്ല, മറിച്ച് സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെയാണ് ഈ ലോകാവസാനം, അവസാന നാളുകൾ എന്ന വിഷയം നമ്മെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കണം. എല്ലാം നീങ്ങിപ്പോയാലും, വസ്തുമയമായ ഈ ലോകത്തിൽ നശ്വരങ്ങളായ എല്ലാം നീങ്ങിപ്പോയാലും അനശ്വരമായ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ ശരീരമായ പരിശുദ്ധ സഭയും ആ ക്രിസ്തുവിനെ സ്വീകരിച്ച നമ്മളും അനശ്വരരായി നിലകൊള്ളും. ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പോൾ ലോകാവസാനം ഒരു വിശ്വാസിക്ക് ഭയമല്ല, നാശത്തിനപ്പുറമായ പ്രത്യാശയാണ് നൽകുന്നത്. ഇതാണ് ഈ വേദഭാഗം പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത് കർത്താവ് പറയുന്നതാണ്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഇത് തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളിൽ പിതാവല്ലാതെ ആരും അറിയുന്നില്ല, മാലാഖമാരോ പുത്രൻ കൂടിയോ അറിയുന്നില്ല എന്ന് യേശുക്രിസ്തു പറയുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ പുത്രനെ അറിവില്ലേ? അവസാന നാളിനെക്കുറിച്ച് പുത്രൻ അറിയത്തില്ലേ? അറിയാതിരുന്നാൽ പുത്രനും പിതാവും പരിശുദ്ധാത്മാവുമെന്ന ഏകസാരാംശം, പരിശുദ്ധ തൃത്വം, ആ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും അതിൻ്റെ സാരാംശത്തിലെ ഒരുമിപ്പിനും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഇതാണ് ഈ വേദഭാഗം വളരെയധികം പഠന വിഷയമാക്കിയിട്ടുള്ള രണ്ടാമത്തെ ഭാഗം. പിതാവല്ലാതെ ആരും അറിയുന്നില്ല എന്ന ആ നാളിനെക്കുറിച്ചും നാഴികയെക്കുറിച്ചും യേശുക്രിസ്തു പറയുന്നത് പുത്രൻ്റെ അറിവില്ലായ്മയാണോ? പിതാവായ ജോൺ ക്രിസോസ്റ്റം ചോദിക്കുന്നു, അറിവില്ലായ്മയാണോ അതോ അറിവാണോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പിതാവല്ലാതെ ആരും അറിയുന്നില്ല എന്ന് പറയുന്നത് പുത്രൻ്റെ അറിവില്ലായ്മയാണോ അറിവാണോ? ഇതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിശദീകരണം, യഥാർത്ഥത്തിൽ ഈ അവസാന നാളുകളെക്കുറിച്ച്, ലോകാവസാനത്തെക്കുറിച്ച് യേശുക്രിസ്തു തൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ പറയുമ്പോൾ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. എന്നാൽ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിക്കപ്പുറമാണ് യഥാർത്ഥത്തിൽ അവസാന നാളുകൾ അല്ലെങ്കിൽ ലോകാവസാനം. അതുകൊണ്ട് ആ ലോകാവസാനത്തെക്കുറിച്ച് ഈ ചരിത്ര കാലഘട്ടത്തിൻ്റെ പരിമിതിയാണ് യേശുക്രിസ്തു തൻ്റെ വാക്കിലൂടെ വിവരിക്കുന്നത് എന്ന് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, ആ നാഴികയും നാളും അത് മഹത്വരമായ ദൈവീക രഹസ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, സകലവും
അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വളരെ വ്യക്തമാണ് ഈ വേദഭാഗം. ചരിത്രവും ചരിത്രത്തിലെ സമയവും അതിൻ്റെ സ്രഷ്ടാവാണ് പുത്രൻ തമ്പുരാൻ. അതുകൊണ്ട് സ്രഷ്ടാവായ തനിക്ക് സൃഷ്ടിയെക്കുറിച്ച്, താൻ സൃഷ്ടിച്ച സമയത്തെക്കുറിച്ച്, താൻ സൃഷ്ടിച്ച ചരിത്രത്തെക്കുറിച്ച് തീർച്ചയായും അറിയാം. എന്നാൽ പുത്രൻ പറയുന്നു പിതാവ് മാത്രം അറിയുന്നു എന്ന്. കാരണം മാലാഖമാരും ശിഷ്യന്മാരും വിശ്വാസികളായ നമ്മളും യഥാർത്ഥത്തിൽ ആ ദൈവീക രഹസ്യത്തെ മനസ്സിലാക്കുവാൻ പ്രാപ്തരല്ല. അതുകൊണ്ടാണ് ഇത് മഹത്തരമായ പരിശുദ്ധ തൃത്വ രഹസ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്. നല്ലൊരു വാക്ക് അതിനെക്കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ദാറ്റ് ടൈം ഈസ് ഇൻഅക്സസബിൾ ടു അസ്. ആ സമയം, ആ നാഴികയും നാളും അത് മനുഷ്യൻ്റെ യുക്തിക്കും അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആർട്ടിക്കുലേഷനും വിചിന്തനത്തിനും കാഴ്ചപ്പാടിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാർ വീണ്ടും അതിനെക്കുറിച്ചൊരു ചോദ്യം ആവർത്തിക്കാതിരിക്കാനാണ്. മാലാഖമാർ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കത്തില്ല. പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രൂഡൻഷ്യൽ എക്കോണമി, വളരെ ഭംഗിയായി ഒരു അടുത്ത ചോദ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് കർത്താവ് ആ ദൈവീക രഹസ്യത്തിൻ്റെ ശ്രേഷ്ഠത തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അന്വേഷണവും അറിവും, അറിയേണ്ട കാര്യങ്ങളുണ്ട്, അന്വേഷിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. എന്നാൽ ചിലത് അന്വേഷണത്തിനും അറിവിനും അപ്പുറമാണ്. ഇത് വളരെ ഭംഗിയായി വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതേ ആശയം മറ്റൊരു രീതിയിൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ആ ഭാഗത്ത് കർത്താവ് നൽകുന്ന ഉത്തരം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് നന്നായി മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6-ാം വാക്യം: ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവൻ അവരോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ടു നോ ടൈംസ് ഓർ സീസൺസ് വിച്ച് ദ ഫാദർ ഹാസ് പുട്ട് ഇൻ ഹിസ് ഓൺ പവർ. അതുകൊണ്ട് കർത്താവ് ഈ ഭാഷാ ശൈലിയിലൂടെ, ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന പ്രബോധന ശൈലിയിലൂടെ മനുഷ്യവർഗത്തെ സൃഷ്ടികളായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അറിയേണ്ട, അന്വേഷിക്കേണ്ട, അത് ദൈവീക രഹസ്യത്തിൻ്റെ മഹത്വമാണ്, ശ്രേഷ്ഠതയാണ്. സഹോദരങ്ങളെ, ഈ വേദഭാഗത്ത് പ്രത്യേകിച്ച് പുത്രൻ കൂടി അറിയുന്നില്ല എന്നതിനെ മറ്റൊരു മനോഹര വ്യാഖ്യാനം ഓർമ്മിപ്പിക്കട്ടെ. യേശുക്രിസ്തു പത്രോസ് അപ്പോസ്തലനോട് പുനരുത്ഥാനത്തിന് ശേഷം ചോദിച്ചു, ബർയോന ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശുക്രിസ്തു ചോദിച്ചത് പുത്രനെ അറിവില്ലായ്മ ഉണ്ടായതുകൊണ്ടാണോ, അതോ പുത്രന് നന്നായിട്ട് അറിയാമായിരുന്നിട്ടാണോ? ഇത് പിതാക്കന്മാർ, പ്രത്യേകിച്ച് ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇതേ ഭാഗം വിവരിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുന്നു. പല ചോദ്യങ്ങളും അറിവില്ലാഞ്ഞിട്ട്, പുത്രൻ അറിവില്ലാഞ്ഞിട്ട് ചോദിക്കുന്നതല്ല, മറിച്ച് പുത്രൻ അറിയാവുന്നതുകൊണ്ട്, അതിൻ്റെ അഗാധ തലം മനസ്സിലാകുന്നത് കൊണ്ടാണ് യേശുക്രിസ്തു അപ്രകാരം ചോദിക്കുന്നത്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവ് വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവനെ എവിടെ വെച്ചു? അറിയാൻ മേലാഞ്ഞിട്ടല്ല, അറിയാവുന്നത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ,
ഈ ലോക ജീവിതത്തിൽ മർത്യരായ മനുഷ്യർ അവരുടെ മരണത്തിൻ്റെ അവസ്ഥയും നശ്വരമായ അവസ്ഥയും അത് കൂടുതൽ നമുക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ നാളും നാഴികയും പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പുത്രൻ പറഞ്ഞത് പുത്രൻ്റെ അറിവ്, ആ ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്രമാത്രം വലുതായതുകൊണ്ടാണ്. ഏദന്റെ പറുദീസയിൽ യഹോവയാം ദൈവം ആദാമിനോട് ചോദിക്കുന്നു, ആദമേ ആദമേ നീ എവിടെ? അറിയാൻ മേലാഞ്ഞിട്ടല്ല ചോദിക്കുന്നത്, അറിയാവുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ വരവ്, ലോകാവസാനം, അന്ത്യന്യായവിധി, ഇത് ദൈവീക രഹസ്യത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതിയാണ്. കാലസമ്പൂർണത. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം എപ്പോൾ നടക്കുമെന്ന് ഒരു പ്രവാചകനും പറഞ്ഞില്ല. എപ്പോൾ നടക്കും എന്നത് ദൈവഹിതം. കാലസമ്പൂർണതയിൽ മനുഷ്യാവതാരം നടന്നു. കാലസമ്പൂർണതയിൽ വിശുദ്ധ തൃത്വത്തിൻ്റെ ദൈവീക രഹസ്യങ്ങളുടെ പൂർണ്ണതയിൽ, ആ കാലസമ്പൂർണതയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ലോകാവസാനവും നിർവഹിക്കപ്പെടും. ഇവിടെയാണ് ഈ വേദഭാഗം നൽകുന്ന ശ്രേഷ്ഠമായ ഉപദേശം. അതുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് പരദേശത്തേക്ക് തൻ്റെ ഭവനത്തിൻ്റെ ചുമതല വേലക്കാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോകുന്ന ഭവന വിചാരകൻ്റെ, ഭവന ഉടമസ്ഥൻ്റെ ഉപമ കൂടെ കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ ഉപമ പറഞ്ഞത്? വീട് വിട്ട് പരദേശത്തേക്ക് പോകുന്ന മനുഷ്യൻ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തു. എന്നിട്ട് വാതിൽക്കാരനോട് പറഞ്ഞു, ഉണർന്നിരിപ്പീൻ. ഞാനിത് കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഇതിനോടനുബന്ധിച്ച് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകം മുതൽ വളരെ ശക്തമായി ഈ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ വാച്ച് ടവർ സൊസൈറ്റിയും ഒക്കെ ഭയങ്കരമായി പ്രവചനങ്ങളും പുസ്തകങ്ങളുമെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അത് ആസ്പദമാക്കി വളരെ ശക്തമായി പ്രചുരപ്രചാരം നടത്തി ഇതിനുവേണ്ടി നോക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. യഹോവ സാക്ഷികളുടെയും സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകളുടെയും ഒക്കെ ലീഡറായിരുന്ന വില്യം മില്ലർ, അദ്ദേഹമാണ് ആദ്യം പ്രവചനം നടത്തി. അതിനു മുൻപും രണ്ടാമത്തെ വരവ് സമാഗതമായി എന്നും പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹം 1842 മാർച്ച് 21 നമ്മുടെ കർത്താവ് വരും. കുറെ പേര് വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു, പക്ഷേ വന്നില്ല. അദ്ദേഹം റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏപ്രിൽ മാസം 3-ാം തീയതി 1843 വരുമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്ത് 1844 ഒക്ടോബർ 22 വരുമെന്നും പറഞ്ഞ് ഈ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഭയങ്കര പരസ്യം നൽകി. എന്താ പരസ്യം നൽകിയത്? ദ ടൈം ഈസ് ഷോർട്ട്, പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ് ആൻഡ് ദ ലോഡ് ഈസ് കമ്മിങ്. കർത്താവ് വരുന്നു, സമയം കുറവാണ്, നിന്റെ ദൈവത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുക. ആളുകൾ ജോലി ഉപേക്ഷിച്ചു, കടയെല്ലാം അടച്ചു, കൃഷി ചെയ്യുന്നത് നിർത്തി. അതുപോലെ തന്നെ ഈ മില്ലർ എല്ലാവർക്കും ഒരു അസെൻഷൻ റോബ്, ആരോഹണ ഉടുപ്പുകളൊക്കെ തയ്ച്ചു കൊടുത്തു. ഇതും കൊണ്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ചരിത്രത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം എന്തെല്ലാം മണ്ടത്തരങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന എന്തെല്ലാം നാടകങ്ങൾ നടന്നു. മില്ലർ മാത്രമല്ല, അതുപോലെ അനേകം ആളുകൾ ഇപ്രകാരം, അനാബാപ്റ്റിസ്റ്റുകൾ, അതുപോലെ തന്നെ വാച്ച് ടവർ സൊസൈറ്റിയുടെ ആളുകൾ, അമേരിക്കൻ ക്രിസ്ത്യൻ റേഡിയോ അത് ഹോസ്റ്റ് ചെയ്തിരുന്ന ഹറോൾഡ് ക്യാമ്പിംഗ്, അദ്ദേഹം ഒക്ടോബർ 21, 2011 കർത്താവ് വരുമെന്നും പറഞ്ഞ് പ്രവചിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെയാണ് എന്താണ് കാത്തിരിക്കുക എന്ന് പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചൊരു കുന്നിൻ്റെ മുകളിൽ ചെന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നതല്ല കാത്തിരിപ്പ്. ഭവനത്തിൻ്റെ ഉടമസ്ഥൻ പരദേശത്തേക്ക് പോയി. അതത് ദാസന്മാരെ ഭവനത്തിൻ്റെ ചുമതല, അധികാരം ഏൽപ്പിച്ചു. അവനവന് തക്ക ശുശ്രൂഷയും നൽകി. അവിടെയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ അഭിമന്യ ഇവാനിയോസ് തിരുമേനി പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചത്. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം.
ശുശ്രൂഷയോടെ ഒരുങ്ങിയിരിക്കണം. ഓരോരുത്തർക്കും ദൈവം അവനവൻ്റേതായ ചുമതലകൾ, ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും കാത്തിരിക്കണം എന്ന അർത്ഥത്തിലല്ല. കാത്തിരിപ്പെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഒരാറ്റിറ്റ്യൂഡാണ്. നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കണം. നിറപടിയായി നിർവഹിക്കുന്നതോടൊപ്പം പൈശാചിക ബന്ധനത്തിൽ ഏർപ്പെടാതെ, പ്രലോഭനത്തിൽ അടിമപ്പെടാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആ സൂക്ഷ്മതയ്ക്ക്, ജാഗ്രതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അനസ്യൂതം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ വേദഭാഗം അവസാനിക്കുമ്പോൾ ആ വേദഭാഗത്തിലെ അവസാനത്തെ ഉപമ, ഭവനവിചാരകന്റെ ഉപമ വിവരിക്കുമ്പോൾ വ്യക്തമായി അത് അവസാനിപ്പിക്കുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ വരവ് അതെപ്പോൾ സംഭവിക്കും എന്നതല്ല പ്രധാനം, എപ്പോൾ സംഭവിച്ചാലും ഒരുങ്ങിയിരിക്കണം എന്നതാണ് പ്രധാനം. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ചിന്തകളാണ് സഭ പഠിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണത്തിൽ ലോകാവസാനം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം അല്ല, ഒരു പ്രത്യേക ദിവസം 2011 ഏപ്രിൽ 5 എന്നതല്ല, മറിച്ച് ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലയളവിനാണ് എൻഡ് ഓഫ് ദി ടൈം, ലോകാവസാനം, അവസാന നാളുകൾ എന്ന് പറയുന്നത്. അവസാന നാളിൻ്റെ ആരംഭം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അവസാന നാളിൻ്റെ അവസാനം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത, നിലനിൽക്കുന്ന ക്രിസ്തു ശരീരമായ പരിശുദ്ധ സഭയിൽ ശുശ്രൂഷകരായി ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഭവനത്തിലെ വേലക്കാരായി, കാര്യസ്ഥന്മാരായി കർത്താവ് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ശുശ്രൂഷ നിർവഹിച്ച് ഒരുങ്ങിയിരിക്കാം, ശുശ്രൂഷ നിർവഹിച്ച് കാത്തിരിക്കാം. ഈ കാത്തിരിപ്പിൽ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ അനുപേക്ഷണീയമായ ജീവിത ശൈലിയായി പരിണമിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മുഖപ്രസാദത്തോടെ യേശുക്രിസ്തുവിനെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.